എന്ത് ട്വിസ്റ്റ് പാർട്ടിയിലുണ്ടായി? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയ തോമസ് കെ തോമസ് താങ്കളും ഒരുമിച്ച് ഇപ്പോൾ നിൽക്കുന്നു, അദ്ദേഹം അധ്യക്ഷനാകുന്നു, താങ്കൾ മന്ത്രിയെ തുടർന്നു, പി സി ചാക്കോ രാജിവെച്ചു. നമ്മൾ തമ്മിൽ അടിപൊളി വന്നതാണ്. ഞാൻ താങ്കളോട് ഒരു കാര്യം പറഞ്ഞു, നടന്നില്ല. അതുകൊണ്ട് പിറ്റത്തെ മിനിറ്റ് തൊട്ട് നിങ്ങളെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുക വേണ്ട. അത് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് സഹകരണത്തിൻ്റെ ഞങ്ങളുടെ നിലപാട്. പി സി ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് മാറി. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പകരം ഇന്നലെ ബോംബെയിൽ ആ ഒരു ചർച്ചയായിരുന്നു. പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ തന്നെ ശരത് പവാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉണ്ടാക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കും. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അഭിപ്രായങ്ങളാണുള്ളത്. തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും ഒരുമിച്ച് നിന്നപ്പോൾ പി സി ചാക്കോ പുറത്തായി, അതാണോ? അല്ലല്ല, അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് പ്രായാധിക്യവും അനാരോഗ്യവും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പലതവണയായി ചാക്കോയോട് ആവശ്യപ്പെടുന്നത് ഡൽഹിയിൽ വന്ന് നിൽക്കണം, ഇവിടെ നോക്കാൻ ആരുമില്ല. ചാക്കോയെ പോലെ ദേശീയ തലത്തിൽ ബന്ധമുള്ള മറ്റൊരു നേതാവില്ല. നേതാക്കന്മാരുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം കൊണ്ട് രാഷ്ട്രീയ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിരിക്കുന്നത്.